ഡോക്ടർ സാറേ, എൻ്റെ ജീവനെയാണ് ഈ ആശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് നെഞ്ചുവേദന കൊണ്ട് പുളയുന്ന അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കണം. 3.5 ലക്ഷം ഇപ്പോൾ കെട്ടിവെച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയുന്നത്. ദയവ് ചെയ്ത് ഇപ്പോൾ ഒന്ന് വേഗം ചികിത്സ കൊടുക്കുക സാറേ. പൈസ ഞങ്ങൾ കെട്ടിവെക്കാം, എവിടെ വേണമെങ്കിലും ഒപ്പുവെച്ച് തരാം. ഇല്ലില്ല, അത് പറ്റില്ല. ആദ്യം പണം, പിന്നെ ചികിത്സ. ഇതുപോലെയുള്ള യാചിക്കലുകളും അതിന് മറുപടിയായി ഇതുപോലെയുള്ള ദയാരഹിതമായ ആട്ടിയോടിക്കലുകളും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലെയും എത്രയെങ്കിലും സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് നമ്മിൽ പലരും ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ശസ്ത്രക്രിയാമുറികളുടെ മുന്നിൽ വെച്ച്, പലപ്പോഴും ചികിത്സ നൽകുന്ന ഇടങ്ങളിൽ വെച്ച്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബന്ധുക്കളുടെ മുന്നിൽ വെച്ച്, ജീവന് ആശുപത്രി അധികൃതർ പച്ചയ്ക്ക് വില പറയുന്നതിൻ്റെ സന്ദർഭങ്ങൾ, ഇത്തരം വേദനാനിർഭരമായ നിമിഷങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാവുന്നതാണോ കേരള ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്ന് ചോദിക്കാൻ തോന്നുകയാണ്. നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റത്തിന് വഴി തുറക്കാവുന്ന നിർണായകമായ ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അത്യാഹിത വിഭാഗങ്ങളിൽ എത്തുന്നവർക്ക് പണമോ രേഖകളോ ഇല്ലെങ്കിൽ പോലും അടിയന്തര ചികിത്സ നിഷേധിക്കരുത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. കോടതികൾ പൊതുവെ ഈ കാലഘട്ടങ്ങളിൽ ജനാഭിമുഖമായ, ജനത്തിന് താല്പര്യമുള്ള, ജനപ്രിയമായിട്ടുള്ള, ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സവിശേഷമായിട്ടുള്ള ഒന്നാണ്. ആശുപത്രികൾ കയറിയിറങ്ങിയിട്ടുള്ള സാധാരണക്കാരടക്കമുള്ളവർക്കറിയാം എത്രത്തോളം ഭീകരമായിട്ടുള്ള രീതിയിൽ ചില ആശുപത്രികളിൽ നിന്നെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളത്. സാമ്പത്തികമായിട്ടുള്ള ഒരു കുറവ് കൊണ്ടും രേഖകളില്ലാത്തതുകൊണ്ടുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കളുള്ള നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു കോടതി വിധി എന്നതിലുപരി നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു വലിയ വിടവ് നികത്താൻ സഹായിക്കുന്ന, പൊതുജനാരോഗ്യ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുപ്രധാന ഇടപെടലാണ്. ധാരാളം പണമുള്ളവർക്ക്, വലിയ ഇൻഷുറൻസ് ബലങ്ങളുള്ളവർക്ക് മാത്രം ഉള്ളതാണ് ജീവൻ നിലനിർത്താനുള്ള സൗകര്യം. അതിനപ്പുറത്തുള്ള സാധാരണക്കാർക്ക് ഒരു അപകടത്തിൽപ്പെട്ടാൽ, ഒരു ഹൃദയാഘാതമുണ്ടായാൽ, ഒരു സ്ട്രോക്ക് വന്നാലൊക്കെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോവുക തന്നെ വേണം എന്ന് പറയുന്നതാണ് ആ വിടവ്. ആ വിടവിനെ നികത്തുന്ന ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് എസ് എ ധർമാധികാരിയും ജസ്റ്റിസ് VM ശ്യാംകുമാറും അടങ്ങിയ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 2018 സർക്കാർ കൊണ്ടുവന്ന കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ നിയമം ശരിവെച്ചുകൊണ്ടാണ് ഈ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ജീവൻ രക്ഷിക്കുന്നതിന് ഒരു കാരണവശാലും പണമോ രേഖകളോ തടസ്സമാവരുത്. എവിടെ ഞങ്ങൾ പറഞ്ഞ തുക, ആ തുക കിട്ടിയാൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുകയുള്ളൂ, ഈ രോഗിയെ ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിബന്ധന ഒരു കാരണവശാലും വയ്ക്കരുത്. വേണ്ടത്ര രേഖകളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നിബന്ധന വയ്ക്കാൻ കഴിയരുത്. കോടതിയുടെ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, പണമോ രേഖകളോ കൈവശമില്ല എന്ന പേരിൽ ഒരു ആശുപത്രിയും അത്യാഹിത വിഭാഗങ്ങളിലെത്തുന്നവർക്ക് ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര ചികിത്സ നിഷേധിക്കരുത് എന്നാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾക്ക് അറിയാം എത്രയെങ്കിലും അപകടങ്ങൾ, റോഡപകടങ്ങളിലോ മറ്റ് അത്യാഹിതങ്ങളിലോ ഒക്കെ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്ന പലർക്കും ആദ്യമായിട്ട് നേരിടേണ്ടി വരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചികിത്സാ ചെലവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. പോലീസ് കേസാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, പണം കെട്ടിവെക്കുക, ആളെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് വിലയേറിയ സമയം നഷ്ടപ്പെടുത്തി ജീവൻ നഷ്ടപ്പെട്ട എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കാൻ. ഇതിന് ശക്തമായ നിയമപരമായിട്ടുള്ള അടിത്തറയുണ്ട് എന്നുള്ളതാണ് മറ്റ് കോടതി വിധികളിൽ നിന്നും ഉത്തരവിൽ നിന്നുമുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. നടപ്പാക്കപ്പെടുമോ, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ കോടതിയുടെ നിർദ്ദേശം, ഈ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കപ്പെടുമോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ നടപ്പാക്കപ്പെടാത്ത വളരെ സുപ്രധാനമായിട്ടുള്ള വിധികൾ, ഉത്തരവുകൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ഒരു വിധി വരുമ്പോൾ നടപ്പാക്കപ്പെടുമോ എന്നതാണ് ചോദ്യമെങ്കിൽ, ഈ നിയമം നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ളൊരു അടിത്തറയുണ്ട് എന്നുള്ളതാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21 അഥവാ ജീവിക്കാനുള്ള അവകാശം എന്ന അടിസ്ഥാനപരമായിട്ടുള്ള അവകാശത്തെക്കുറിച്ചാണ് കോടതി ഇവിടെ ഊന്നി പറയുന്നത്. ചികിത്സ നിഷേധിക്കപ്പെട്ട ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ജീവൻ രക്ഷിക്കുക എന്നതാണ് ഏതൊരു ആരോഗ്യ സ്ഥാപനത്തിൻ്റെയും പ്രാഥമികമായിട്ടുള്ള കടമ. ആ കടമ നിറവേറ്റാൻ ആശുപത്രികൾ ബാധ്യസ്ഥരാണ്. അതിലെ ജീവനക്കാർ മുതൽ അതിലെ മുതലാളി വരെയുള്ള സകലരും ആ കടമ നിറവേറ്റാൻ ബാധ്യസ്ഥരാണ് എന്ന് കോടതി അടിവരയിട്ടുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്.
നമുക്ക് ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ പലർക്കും വർഷങ്ങൾക്ക് മുൻപ് 1996 സുപ്രീം കോടതി പരിഗണിച്ച പർമാനന്ദ് കട്ടാര കേസ്. അതിൽ അപകടത്തിൽപ്പെട്ട ആൾക്ക് പോലീസ് നടപടിക്രമങ്ങൾ കാരണം ചികിത്സ നിഷേധിക്കപ്പെട്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ്, അത് സംരക്ഷിക്കാൻ ആശുപത്രികൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിധി ആ സുപ്രധാനമായ നിയമ തത്വത്തെ വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് നിയമം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. കോടതി ശരിവച്ചിട്ടുള്ള ഈ നിയമം 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് നിയമം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത് സർക്കാർ ആശുപത്രികൾക്ക് മാത്രമായിട്ടുള്ള ഒന്നല്ല, ചെറുതും വലുതുമായിട്ടുള്ള സകല സ്വകാര്യ ആശുപത്രികൾക്കും ലബോറട്ടറികൾക്കും അടക്കം ബാധകമാണ് കോടതിയുടെ ഈ ഉത്തരവ്. ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിലവാരം ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ്. ആശുപത്രികൾക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള നിലവാരമുണ്ടായിരിക്കണം, അത് ഉറപ്പായിരിക്കണം. ആ നിലവാരം എന്ന് പറയുന്നത് നിശ്ചിതമായ നിലവാരം അല്ലെങ്കിൽ ഒരു അവശ്യ നിലവാരം, മിനിമം സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷനും നിയന്ത്രണവും വഴി അത് ഉറപ്പാക്കണം. സുതാര്യമായിരിക്കണം ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. സാധാരണഗതിയിൽ ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ കടന്നു കയറുന്ന നിമിഷം മുതൽ നമ്മളൊരു രാവണൻകോട്ടയിൽ അകപ്പെട്ടതെന്ന പോലെ നിഗൂഢതകൾക്കകത്തുകൂടെ നടക്കുന്നു. നമ്മൾ അടിമകളായിട്ട് മാറുന്നു. പണം നൽകുന്നുണ്ടെങ്കിലും എന്ത് തരത്തിലുള്ള ചികിത്സയാണ് നൽകാൻ പോകുന്നത്, ഏത് മരുന്നാണ് നൽകാൻ പോകുന്നത്, എന്ത് തരത്തിലുള്ള ശസ്ത്രക്രിയയാണ് നൽകാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്, ഈ ചികിത്സയ്ക്ക് ശേഷം മറ്റൊരാശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നടത്തിയിട്ടുള്ള ചികിത്സയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതേക്കുറിച്ചൊന്നും ഒരു സുതാര്യതയും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് രാജ്യത്തെയും കേരളത്തിലെയും പല ആശുപത്രികളിലും അതിൻ്റെ ചികിത്സാ സംവിധാനങ്ങൾ കടന്നു പോകുന്നത്. ദുരൂഹമായിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, സാധാരണ ജനത്തിന് അറിയാൻ അവകാശമില്ലാത്ത എന്തോ നിഗൂഢ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന, അവർ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരുന്ന, അവർ പറയുന്നതെല്ലാം കണ്ണടച്ച് കേൾക്കേണ്ടി വരുന്ന ഒന്നായിട്ട് രോഗികളുടെ ആതുര ലോകത്തെ കാണുന്നു പലരും എന്നത് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുതാര്യതയുണ്ടാവണം. ചികിത്സാ ഫീസുകളുടെ കാര്യത്തിൽ, ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യത്തിൽ, ലഭ്യമല്ലാത്ത സേവനങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യത്തിൽ, രോഗികളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ, ഇതൊക്കെ കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധന. ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ചൂഷണം തടയുക എന്നത് തന്നെയാണ്. അമിതമായ നിരക്ക് ഈടാക്കുന്നത് തടയുക, ചികിത്സ നിഷേധിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം ഒരു തുക ബില്ലായിട്ട് തരുന്നു, അതിൻ്റെ പിറകെ അനുബന്ധ ബില്ലുകൾ വരുന്നു. ഈ ബില്ലുകൾക്ക് പിറകിൽ എന്താണ് എന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതെല്ലാം നിശബ്ദമായിട്ട് സഹിച്ച് ആ പണം അടച്ചുകൊണ്ടേയിരിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് ജനം മാറരുത് എന്നത് ഈ കോടതി വിധിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കൂടിയാണ്. അതാണ് സുതാര്യതയെ ഉറപ്പാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വകാര്യ ഇനി ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതിക്ക് ഈ ഒരു ഉത്തരവിലേക്ക് പോകേണ്ടി വന്നത് എന്നാണ്. ഇത്തരത്തിലുള്ള ഉത്തരവിലേക്ക് കോടതി പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികളുടെ സംഘടനകൾ ഒന്നടങ്കം ഈ നിയമത്തെ ചോദ്യം ചെയ്തിട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട എതിർപ്പ് എന്ന് പറയുന്നത് ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കണമെന്ന വ്യവസ്ഥയോടാണ്. ഒപ്പം തന്നെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ കൗൺസിലിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളോടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കിയില്ലെങ്കിൽ ആ ആശുപത്രിയുടെ ലബോറട്ടറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ കൗൺസിലിന് അധികാരം നൽകും. ഈ വ്യവസ്ഥയോടും ഒപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ HR-ൻ്റെ അടുത്ത് നിന്നോ ഒക്കെ അവർ വന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള ചികിത്സകൾ, അതിൻ്റെ അടിസ്ഥാന നിരക്കുകൾ, മറ്റ് വിവരങ്ങൾ, പരാതികളുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുള്ള വിശദാംശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കണമെന്ന് പറയുന്ന വ്യവസ്ഥയോടും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. പലപ്പോഴും ഓരോ രോഗിക്കും നൽകുന്ന ചികിത്സയുടെ സ്വഭാവമനുസരിച്ച് അതിൻ്റെ തുക വ്യത്യാസപ്പെടുമെന്നായിരുന്നു അവരുടെ വാദം എന്ന് പറയുന്നത്. പക്ഷേ കോടതി ഈ വാദങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞു. ഓരോ ചികിത്സയുടെയും അടിസ്ഥാന നിരക്കുകൾ പ്രദർശിപ്പിക്കുക തന്നെ വേണമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. കോടതിയുടെ മുമ്പിലും ഒരു പക്ഷേ മെഡിക്കൽ രംഗത്തെ സാങ്കേതിക പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അതിലംഘിക്കാൻ ഈ ആശുപത്രികൾ ശ്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. രോഗങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, അതിനുവേണ്ടി ആശുപത്രികൾ തയ്യാറാക്കിയിരിക്കുന്ന ഉപകരണങ്ങൾ, അത് അത്യന്താധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പേരുവിവരങ്ങൾ, അതിൻ്റെ സങ്കീർണതകൾ, അതിന്
മുടക്കുമുതലായിട്ട് ഉപയോഗിക്കേണ്ടി വന്ന തുക, അത് രോഗികളിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ട ബാധ്യത, ഇതെല്ലാം വെച്ചുകൊണ്ട് ഓരോ രോഗിയിൽ നിന്നും ഓരോ ആശുപത്രിക്കനുസരിച്ചിട്ടും രോഗികളുടെ രോഗത്തിൻ്റെ തീവ്രതയും വ്യത്യാസ്തതയും സങ്കീർണതയും വെച്ചുകൊണ്ട് ഈ പണം ഞങ്ങളുടേതായ രീതിയിൽ അത് ഈടാക്കാനുള്ള അധികാരമുണ്ട് എന്നതൊക്കെയുള്ള വാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഓരോ ചികിത്സയുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു നിരക്കുണ്ടാവണം. ആ നിരക്ക് പ്രദർശിപ്പിക്കുക തന്നെ വേണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് രോഗികൾക്ക് ഒരുപക്ഷെ ചെലവിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാനിടയാക്കും. ഈ ഒരു ചികിത്സാ രീതിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ അക്കൗണ്ടിലുള്ള തുകയിൽ കൊണ്ടത് നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ബോധ്യം, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചികിത്സ തുടരണമോ വേണ്ടയോ എന്നടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയും. പലപ്പോഴും ഒരു ചികിത്സാ രീതിയിലൂടെ നിരന്തരം പോയി അവസാനം ശവശരീരം തിരികെ കിട്ടുമ്പോഴാണ് ലക്ഷക്കണക്കിനും മറ്റുമായിട്ടുള്ള തുക നൽകേണ്ടി വരുന്നൊരവസ്ഥ വരുന്നത്. അപ്പോൾ ചികിത്സയിൽ എന്തെങ്കിലും അപ്രതീക്ഷിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിനുള്ള ബില്ല് പ്രത്യേകം നൽകിയാൽ മതി എന്നാണ് കോടതി ഇതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ നിയമം ലക്ഷ്യമിടുന്ന സുതാര്യതയും ചൂഷണം തടയലും തന്നെയാണ് കോടതി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഈ നിയമത്തിനകത്ത് തന്നെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ നിയമം മുന്നോട്ട് വയ്ക്കപ്പെട്ട് അത് കോടതിയിലൂടെ ഇപ്പോൾ പ്രാവർത്തികമാക്കാനുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുതാര്യത തന്നെയാണ്. ഒപ്പം രോഗികളും അവരുടെ ബന്ധുക്കളും ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കപ്പെടണം ആശുപത്രികളാൽ. ആ ചൂഷണം തടയൽ, ഇതാണ് കോടതി മുഖ്യമായിട്ടും ഉയർത്തിപ്പിടിച്ച കാര്യം. പൊതുതാൽപര്യവും സ്വകാര്യ താൽപ്പര്യവും അത് സംഘർഷത്തിലാകുന്ന സമയത്ത് പൊതുതാൽപര്യമാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് വളരെ ഗുണപരമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ജനാഭിമുഖമായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്നൊരു നിലപാട് സർക്കാരും എടുത്തു. ആ നിലപാടിൻ്റെ ഒപ്പം കോടതിയും നിന്നു എന്നുള്ളതാണ്. കോടതി അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു രോഗിയെ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ആദ്യം എത്തിച്ച ആശുപത്രി സുരക്ഷിതമായിട്ടുള്ള മാറ്റപ്രക്രിയ ഉറപ്പാക്കണമെന്നുള്ളതാണ്. മാറ്റുന്ന ആശുപത്രിയിലേക്ക് സജ്ജീകരണങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ആംബുലൻസ് അടക്കം സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഇവിടെയാണ് ഡോക്ടറുടെയും ആശുപത്രിയുടെയും ധാർമ്മിക ഉത്തരവാദിത്വം കൃത്യമായിട്ടും വ്യക്തമാകുന്നത്. വെറുമൊരു റഫറൽ ലെറ്റർ എഴുതി കൊടുത്ത് കൈ കഴുകാൻ കഴിയില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണമെന്ന് രോഗിയോ രോഗിയുടെ ബന്ധുക്കളോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സങ്കീർണമാക്കുന്നു. മറ്റൊരു ആശുപത്രിയിലേക്ക് അങ്ങനെ റഫർ ചെയ്ത് കൊടുക്കുന്നത് സ്വന്തം ആശുപത്രിയുടെ അഭിമാനത്തിന് ദുരഭിമാനം ഉണ്ടാക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ പറയുന്ന സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാതെ ഒരു റഫറൽ ലെറ്റർ മാത്രം എഴുതി കൊടുത്തിട്ട് കൈ കഴുകുന്നു. ഇനി അത് നടക്കില്ല എന്നതാണ് കോടതി ഈ നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ രോഗിയുടെ നില ഗുരുതരമാകാത്ത രീതിയിൽ എല്ലാ സഹായങ്ങളോടും കൂടിയുള്ള ആംബുലൻസ് സൗകര്യം ഉറപ്പാക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കോടതി നിർബന്ധമാക്കിയിട്ടുള്ള മറ്റ് ചില വ്യവസ്ഥകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ വ്യവസ്ഥകൾ രോഗികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചികിത്സാ ഫീസ്, പാക്കേജുകളുടെ തുക, ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലെ ആശുപത്രികളിൽ ഇപ്പോൾ നിരന്തരം വന്നും പോയും കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടുകൂടി ഈ പറയുന്ന ഇംഗ്ലീഷും മലയാളവും അല്ലാതെ ഹിന്ദി അടക്കമുള്ള ഭാഷകൾ കൂടി അത് പ്രദർശിപ്പിച്ചാലും ഒരു കുഴപ്പവുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ. നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോലും ബംഗാളിൽ നിന്നും മറ്റുമൊക്കെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നവർ, അവരുടെ കുടുംബങ്ങൾ, പലരും ഇവിടെ കുടുംബമായിട്ട് താമസിക്കുകയും കുട്ടികളെ സ്കൂളുകളിലൊക്കെ അയക്കുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആശുപത്രികളിലേക്ക് വന്നു പോകുന്നതിൻ്റെ കാഴ്ചകൾ സാധാരണ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ചികിത്സാ ഫീസ് എത്രയാണ്, പാക്കേജുകൾ എത്രയാണ്, ആ പാക്കേജുകളുടെ തുക എന്താണ് എന്നത് നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും മാത്രമല്ല മറ്റ് ഭാഷകൾ കൂടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണമെന്നതാണ്. അപ്പോൾ രോഗികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് പൂർണ്ണമായിട്ടും പ്രദർശിപ്പിക്കണം. ആശുപത്രിയിൽ എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാണ്, എന്താണ് ഇവിടുത്തെ ഫീസ്, അതിൻ്റെ വിശദാംശങ്ങൾ ഇതെല്ലാം റിസപ്ഷനിലും അഡ്മിഷൻ ഡെസ്കിലും വെബ്സൈറ്റിലും നൽകണമെന്നാണ് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതുക്കിയ അതിൻ്റെ ഫീസിൻ്റെയും സേവനങ്ങളുടെയും വിശദാംശങ്ങളൊക്കെ അവിടെ ലഭ്യമാവണം. ഇനി ആശുപത്രിയിൽ ചെന്ന് ചേരുമ്പോൾ ആദ്യം ചെന്ന് ചേരുന്ന അതിൻ്റെ റിസപ്ഷനിലും അഡ്മിഷൻ ഡെസ്കിലുമൊക്കെ അതിൻ്റെ വിവരങ്ങൾ ഒരു വില നിലവാര പട്ടിക പോലെയും വിവര നിലവാര പട്ടിക പോലെയും നൽകിയിരിക്കണമെന്ന് കോടതി സൂചിപ്പിക്കുന്നു.
പരാതികൾ സ്വീകരിക്കാൻ ഇനി ആരാണ് അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്? ആ അധികാരിയുടെ പേരും ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ഒക്കെ രോഗികൾക്ക് നൽകണമെന്നുള്ളതാണ്. ഇത് നടപ്പാക്കപ്പെടുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ കാര്യം നടപ്പാക്കപ്പെട്ടാൽ ആശുപത്രികളിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും എത്തിച്ചേരാൻ കഴിയും. പക്ഷേ നടപ്പാക്കപ്പെടുമോ എന്നുള്ള ചോദ്യമാണ്. ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിലേക്ക് ജീവൻ മരണ പോരാട്ടവുമായിട്ട് ഒരു രോഗിയെ ബന്ധുക്കൾ കൊണ്ടുവരുമ്പോൾ അവിടെ പണമോ രേഖയോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ മാറ്റിവെക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഇന്ന് എഡിറ്റോറിയൽ അനാലിസിൽ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്, ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ നടപടികളെല്ലാം ചേർന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ രോഗീ സൗഹൃദപരമാക്കണം, പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആക്കണം എന്നുള്ളതാണ്. പൊതുജനാരോഗ്യത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കണം. അങ്ങനെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൂടുതൽ രോഗീ സൗഹൃദപരവും പൊതുജനാരോഗ്യത്തിന് ഊന്നൽ നൽകുന്നതുമായ ഒന്നാക്കി മാറ്റും എന്നതിൽ സംശയമില്ല. കേരളം ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ഈ നിയമം കേവലം ഒരു പ്രാദേശിക നിയമമല്ല. ഇതിന് ഒരു ദേശീയമായിട്ടുള്ള തലമുണ്ട്, അന്തർദേശീയമായിട്ടുള്ള പശ്ചാത്തലവുമുണ്ട്. കേന്ദ്ര സർക്കാർ 2010 കൊണ്ടുവന്ന ഒന്നാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. ആ ആക്ടിൻ്റെ മാതൃകയിലാണ് കേരളവും ഈ നിയമം രൂപീകരിച്ചത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ നിയമം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ടൂറിസവും സ്വകാര്യ ചികിത്സാ മേഖലയും ഒക്കെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്, കേരളത്തിലുമുള്ളത്. സ്വാഭാവികമായിട്ടും രാജ്യവ്യാപകമായിട്ടൊരു ഏകീകൃതമായിട്ടുള്ള നിലവാരം ഉറപ്പാക്കാൻ ഈ നിയമങ്ങൾ ആവശ്യവുമാണ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, എല്ലാ രാജ്യങ്ങളോടും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്ന ഒരു കാര്യം സാർവത്രികമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ വേണമെന്നുള്ളതാണ്. സാർവത്രികമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, UHC എന്നാണ് അതിൻ്റെ ചുരുക്കരൂപം. ഇത് ഉറപ്പാക്കണമെന്നാണ്. ഇതിൽ ചികിത്സാ ചെലവ് ഒരാൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കോടതിയുടെ ഈ വിധി പണമില്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കരുത് എന്നതിലൂടെ നേരത്തെ പറഞ്ഞ സാർവത്രിക ആരോഗ്യ പരിരക്ഷ അഥവാ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് UHC എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിയമം നടപ്പാക്കാനുള്ള സാധ്യതകൾ, അതിന് മുമ്പിലുള്ള വെല്ലുവിളികൾ എന്നതും നോക്കേണ്ടതുണ്ട്. ഹൈക്കോടതി വിധി നമ്മൾക്ക് പ്രഥമ ദൃഷ്ട്യാ കേൾക്കുമ്പോൾ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് എങ്കിൽ പോലും ഈ നിയമം പൂർണ്ണമായിട്ട് നടപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് തോന്നിപ്പിക്കാൻ ആശുപത്രികൾ ശ്രമിച്ചു എന്നും വന്നേക്കാം. എങ്കിലും ഒന്നാമതായിട്ട് നിയമപരമായിട്ടുള്ള കടമ്പകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വകാര്യ ആശുപത്രികൾ ഈ വിധിയെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അങ്ങനെ സമീപിക്കുമ്പോൾ ആശുപത്രികളുടെ ധാർമ്മികതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങേയറ്റം ജനപക്ഷത്ത് നിന്നുകൊണ്ട് കോടതി ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ഉത്തരവായിട്ടത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തുള്ള ജനഹൃദയങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് ആ വിധിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആശുപത്രികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വകാര്യ ആശുപത്രികൾ ഒരു പക്ഷേ സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം, സമീപിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും അത് അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ അതൊരു നിയമയുദ്ധത്തിലേക്ക് പോകും. ആ നിയമയുദ്ധം എത്രത്തോളം നീളും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു പക്ഷേ നിയമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു നടപ്പാക്കൽ പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ വാസ്തവത്തിൽ പൊതുതാൽപര്യം മുൻനിർത്തിയിട്ട് ഈ നിയമയുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം എന്നാണ് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാവേണ്ടത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, ജനാഭിമുഖമായിട്ടുള്ളതും കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതുമായിട്ടുള്ള നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനം കൂട്ടായ തീരുമാനത്തിലൂടെ എടുക്കാൻ കഴിയുള്ളൂ. അതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ് എക്കാലത്തും തങ്ങൾക്ക് എടുക്കാൻ കഴിയുക എന്നവർ പറയും. പക്ഷേ ആശുപത്രികൾക്ക് മുന്നോട്ട് പോക്കിനുമായി ബന്ധപ്പെട്ടിട്ടും അവയുടെ ഭരണ തലത്തിലും പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. എന്തായാലും ആ രീതിയിൽ അങ്ങനെ ഒരു തീരുമാനം വരട്ടെ. രണ്ടാമതായിട്ട് നടപ്പാക്കാനുള്ള സംവിധാനത്തെ സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായിട്ടാണ് നടപ്പാക്കേണ്ടത്. അപ്പോൾ ആശുപത്രികൾ ഈ ഒരു നിയമപരിരക്ഷയുടെ ഭാഗത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് 30 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രികളുടെ ഭാഗത്ത് നിന്നൊരു ഉറപ്പ് കിട്ടണം. ആ ഉറപ്പ് നൽകണം. അതോറിറ്റി 60 ദിവസത്തിനകം പരിശോധന നടത്തുകയും നടപടിയെടുക്കുകയും ഒക്കെ വേണം. ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കൗൺസിൽ എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളത് ഈ നിയമത്തിൻ്റെ വിജയത്തിന് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്.
അതിൽ മൂന്നാമതായിട്ട് നമുക്ക് പറയേണ്ടത് ഒരു സംസ്കാരപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവണമെന്നുള്ളതാണ്. ആശുപത്രികൾക്കും ജീവനക്കാർക്കും ഇടയിൽ ഒരു മാനസികാവസ്ഥയുടെ മാറ്റം വരണം. ജീവന് തന്നെയാണ് പരമമായ പ്രാധാന്യം എന്ന ചിന്ത എല്ലാ തലങ്ങളിലും ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരു ആശുപത്രിയുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരവും ലൈസൻസും ഒക്കെ നൽകുമ്പോൾ ആത്യന്തികമായിട്ട് അതിനകത്ത് സ്പന്ദിക്കുന്നത് ഒരു ജീവനുള്ള ഹൃദയം തന്നെയായിരിക്കണം. അപ്പോൾ വരുന്ന ഓരോ രോഗിയുടെയും ജീവന് തന്നെയാണ് ആശുപത്രിയുടെ സാമ്പത്തിക ലാഭത്തെക്കാളും നിലനിൽപ്പിനേക്കാളും ഒക്കെ ഉപരി വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവന് തന്നെ പരമമായിട്ടുള്ള പ്രാധാന്യം എന്ന ചിന്ത എല്ലാ തലങ്ങളിലും ഉണ്ടാവണം എന്നുള്ളതാണ്. പണം രണ്ടാമതാണ് എന്ന നിലപാട് ശക്തമാവുകയും വേണം. കാരണം ഒരു ആശുപത്രിയെ സംബന്ധിച്ചിട്ട് അവിടെ ജീവൻ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇടമെന്ന് പറയുന്നത്. ജീവനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്തിത്വം യാചിക്കുന്നത് വാസ്തവത്തിൽ. അപ്പോൾ പണം അവിടെ രണ്ടാമതാണ് എന്നുള്ള നിലപാട് വരണം. ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. ആ വഴിത്തിരിവിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗുണപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം വാസ്തവത്തിൽ ഇതിനോടകം തന്നെ പല രാജ്യങ്ങൾക്കും മാതൃകയാണ് എന്നുള്ളത് പലതരത്തിലുള്ള അവകാശവാദങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഭാഗത്ത് മികച്ച ആരോഗ്യ സൂചികകൾ കണക്ക് പ്രകാരം നമുക്കുണ്ട്. എങ്കിലും ചികിത്സാ ചെലവിലെ ഭാരം എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കടമ്പയാണ്. സ്വകാര്യ ആശുപത്രികളിലെ സുതാര്യതയില്ലായ്മ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യവും രോഗിക്കോ അവരുടെ ബന്ധുക്കൾക്കോ കൃത്യതയോടുകൂടി അറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മറ ഉണ്ടാക്കുന്നു. പിന്നെ അത്യാഹിത വിഭാഗങ്ങളിലെ ചികിത്സാ നിഷേധം ഈ പണത്തിൻ്റെയും രേഖകളില്ലായ്മയുടെയൊക്കെ പേരിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വലിയ രീതിയിൽ ഇതുവരെയും ബാധിച്ചിരുന്നു. ഇപ്പോൾ ഈ വിധിയിലൂടെ ആശുപത്രികൾക്ക് ഹൈക്കോടതി വ്യക്തമായിട്ടുള്ളൊരു താക്കീത് നൽകിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് താക്കീത് മാത്രമല്ല, അതൊരു നിർദ്ദേശവുമാണ്. അത് പേടിപ്പിക്കാൻ വേണ്ടി, ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതി ആശുപത്രികളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഭീഷണി നൽകുകയല്ല. മറിച്ച് ആ താക്കീത് എന്ന് പറയുന്നത് അത് ആരോഗ്യപരമായൊരു താക്കീതാണ്. പണമല്ല വലുത്, ജീവനാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് ആ സന്ദേശം. അതിന് താക്കീത് എന്നതിന് പകരം നമ്മൾക്കൊരു സന്ദേശം എന്ന നിലയ്ക്ക് തിരുത്തി പറയുകയും ചെയ്യാം. പണം നൽകാത്തതിൻ്റെ പേരിൽ ആദ്യ ചികിത്സ നിഷേധിക്കരുത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമത്തിൻ്റെ ധാർമ്മികതയെ ഇതിലൂടെ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചികിത്സാ രംഗത്ത് പല വിദേശ രാജ്യങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും കോടതി ഈ വിധി പ്രസ്താവത്തിൽ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് സദാനന്ദൻ അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായത്. ചെറുകിട ആശുപത്രികളാണ് ഈ ബില്ലിനെ എതിർത്തിട്ട് കോടതിയെ സമീപിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് കൂടി ഗുണകരമാണ് ഈ നിയമം എന്നുകൂടി ഈ രാജീവ് സദാനന്ദനെ പോലുള്ളവർ അഭിപ്രായപ്പെടുകയുണ്ടായി. നമ്മൾ ഓർക്കണം, ആരോഗ്യ മേഖലയ്ക്ക് അകത്ത് നടക്കുന്ന വലിയ രീതിയിലുള്ള കൊള്ളരുതായ്മകളെ പുറത്തു കൊണ്ടുവന്ന ചില സിനിമകളൊക്കെ, ഇപ്പോൾ മോഹൻലാൽ നായകനായിട്ടുള്ള നിർണയം എന്ന സിനിമ, അതേപോലെ ജോസഫ് എന്ന സിനിമ, ഈ സിനിമയെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ചില സ്വകാര്യ ആശുപത്രികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആശുപത്രി ഉടമകളുടെ വളർച്ചയ്ക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വലിയ രീതിയിലുള്ള ക്രൂരത നിറഞ്ഞ നിയമലംഘന പ്രവർത്തനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്ന ചലച്ചിത്രങ്ങളായിരുന്നു അത്. വാസ്തവത്തിൽ ആ ചലച്ചിത്രങ്ങളിൽ നമ്മൾ കണ്ടതിനേക്കാളും ഭീകരമായിട്ടുള്ള രീതിയിലുള്ള പ്രക്രിയകൾ പല ആശുപത്രികളിൽ നടക്കുന്നുണ്ട്. എല്ലാ ആശുപത്രികളിലും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവയവങ്ങൾ വെച്ചിട്ടുള്ള വിലപേശലുകൾ, ചികിത്സ വെച്ചിട്ടുള്ള വിലപേശലുകൾ, അവയവ മാഫിയയുടെ ഇടപെടലുകൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ സജീവമായിട്ട് നിൽക്കുന്നു. ഒപ്പം സാധാരണ മനുഷ്യർ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മനുഷ്യർ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ വലിയ തുക എല്ലാ വർഷവും ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചേക്കും എന്ന് വിചാരിക്കുന്ന ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ തുക അങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാത്തവർ നിർഭാഗ്യവാന്മാർ, അവർക്ക് മരണം കാത്തിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ ഭീകരമായിട്ടുള്ള ചികിത്സാ ചെലവും ഒപ്പം തന്നെ ആശുപത്രികളിലെ സുതാര്യതയില്ലായ്മയും എല്ലാം ചേർന്നിട്ട് ഈ അധ്വാനത്തിൻ്റെ ഒരു വലിയ ഫലം ഈ മെഡിക്കൽ ഇൻഷുറൻസ് തുകയായിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനെല്ലാം ഇടയിലാണ് വലിയൊരു ആശ്വാസമായിട്ട് ഈ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും നിയന്ത്രണവും നിയമവും അത് ഉടൻ നടപ്പാക്കണമെന്നാണ് പൊതുജനാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ബി ഇക്ബാലിനെ പോലെയുള്ളവരും അഭിപ്രായപ്പെടുന്നത്. ആശുപത്രികളുടെ നിലവാരവും ചികിത്സാ നിരക്കും പ്രദർശിപ്പിക്കണം എന്നുള്ള നിയമത്തിലെ നിർദ്ദേശം സ്വീകാര്യമാണ് എന്നാണ് ഡോക്ടർ ബി ഇക്ബാൽ പറയുന്നത്. പ്രധാനപ്പെട്ട ചികിത്സകളുടെ നിരക്ക് സർക്കാർ നിശ്ചയിച്ച് നൽകണമെന്നുകൂടി ഡോക്ടർ ബി ഇക്ബാൽ അഭിപ്രായപ്പെടുകയുണ്ടായി. അതിനുവേണ്ടിയിട്ട് പുതിയൊരു വകുപ്പ് കൂടി തുടങ്ങിയാലും കുഴപ്പമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം.
ആൻജിയോപ്ലാസ്റ്റി, തിമിരം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചികിത്സകൾക്കൊക്കെ സർക്കാരും ഇൻഷുറൻസ് കമ്പനികളും നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരും ഇത്തരത്തിൽ നിരക്ക് നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർ ബി ഇക്ബാലിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഈ നിയമം നടപ്പാക്കപ്പെടുമോ? ജനകീയവും ജനപ്രിയവുമായിട്ടുള്ള നിരവധി കോടതി വിധികൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ വന്ന വിധികളൊക്കെ എത്രത്തോളം പാലിക്കപ്പെട്ടു എന്നുള്ളത് സംശയമാണ്. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിട്ടുള്ള ഉത്തരവ് കോടതി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെടുവിച്ചതാണ്. ഇപ്പോഴും നമ്മൾ തെരുവോരങ്ങളിലും കടകളുടെ പരിസരങ്ങളിലും ഓഫീസുകളുടെ പരിസരങ്ങളിലുമൊക്കെ ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ പുകവലിച്ച് മറ്റുള്ളവരുടെ മുഖത്തേക്ക് ഊതി വിടുന്ന സാമൂഹ്യദ്രോഹികളെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. കടകളിൽ സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് സിഗരറ്റ് പ്രത്യേകം എടുത്ത് വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമം ഇരിക്കെ തന്നെ ഇപ്പോഴും എല്ലാ കടകളിലും നിർബാധം, ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി അങ്ങനെ സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് 1 or 2 എടുത്ത് വിൽക്കുന്ന പ്രക്രിയയും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിട്ട് എളുപ്പത്തിൽ ഖജനാവിലേക്ക് പണം കിട്ടുന്ന രീതിയിലുള്ള പെറ്റി കേസുകൾ പിടിച്ചെടുത്തിട്ട് ഹെൽമറ്റ് പിടികൂടലടക്കമുള്ള കാര്യങ്ങളിലൂടെ കിട്ടുന്ന തുകയിലേക്കാണ് ശ്രദ്ധ. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതേയില്ല. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നായിട്ട് ഇത് മാറില്ല എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇതിന് ശക്തമായിട്ടുള്ളൊരു നിയമ അടിത്തറയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ നിയമം ധാർമ്മികതയുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ധാർമ്മികതയുമായിട്ട് കൈകോർത്ത് നിൽക്കുന്ന ഒരു നിയമത്തെ എതിർക്കുന്നത് ഉചിതമല്ല. അതിൻ്റെ പിറകെ അനുബന്ധ കേസിന് പോകുന്നതും ഉചിതമല്ല. ജീവൻ രക്ഷിക്കാനുള്ള കടമ എന്ന് പറയുന്നത് പവിത്രമാണ്. ആ കടമ നിറവേറ്റാൻ ആശുപത്രികളെ നിയമപരമായിട്ട് ബാധ്യസ്ഥരാക്കുന്നതാണ് ഈ വിധി. അതുകൊണ്ട് ഈ വിധി ഓരോ സാധാരണക്കാരനും ഓരോ സാധാരണക്കാരിക്കും ആശ്വാസം നൽകുന്ന, ആരോഗ്യരംഗത്തിന് സന്തോഷം നൽകുന്ന, പൊതുജനാരോഗ്യത്തിന് കരുത്തേകുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഏടാണ്. ഈ വിധി പൂർണ്ണമായും നടപ്പാക്കാൻ സർക്കാരും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.